Design of canals through alluvial soil, Kennedy's theory. Module 2 part 2 ഡിസൈൻ ഓഫ് കനാൽസ് ത്രൂ അലൂവിയൽ സോയിൽ. അലൂവിയൽ സോയിലൂടെയുള്ള കനാൽസിൻ്റെ ഡിസൈനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ ദാറ്റ് ദർ ആർ 2 തിയറീസ്, കെന്നഡീസ് തിയറി ആൻഡ് ലാസീസ് തിയറി. അപ്പോൾ അതിൽ കെന്നഡീസ് തിയറിയും അതിൻ്റെ ഡിസൈൻ പ്രൊസീജിയറാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസൈൻ ഓഫ് കനാൽസ് ത്രൂ അലൂവിയൽ സോയിൽ. അലൂവിയൽ സോയിലൂടെയുള്ള കനാലിൻ്റെ ഡിസൈൻ. എന്താണ് അലൂവിയൽ സോയിൽ? അലൂവിയൽ സോയിൽസ് ആർ സോയിൽസ് ഡെപ്പോസിറ്റഡ് ബൈ സർഫസ് വാട്ടർ. സർഫസ് വാട്ടർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സോയിൽസിനെയാണ് അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. അതായത് ഒരു റിവറൊക്കെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ റിവറിൻ്റെ ഫ്ലോ കാരണം ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സോയിൽ, ലൈക്ക് ഡെൽറ്റ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ എക്കൽ മണ്ണ് എന്ന് പറയും, സച്ച് ആസ് സിൽറ്റ്. ആൻഡ് അലൂവിയൽ ചാനൽസ് ആർ ദോസ് വിച്ച് ആർ എക്സ്കവേറ്റഡ് ഇൻ അലൂവിയൽ സോയിൽസ് സച്ച് ആസ് സിൽറ്റ് ആൻഡ് വിച്ച് ക്യാരി എ ലോട്ട് ഓഫ് സിൽറ്റ് അലോങ് വിത്ത് ദ വാട്ടർ. അലൂവിയൽ സോയിലിലൂടെ എക്സ്കവേറ്റ് ചെയ്യുന്ന കനാൽസിനെയാണ് അലൂവിയൽ ചാനൽസ് എന്ന് പറയുന്നത്. വിച്ച് ക്യാരി എ ലോട്ട് ഓഫ് സിൽറ്റ് അലോങ് വിത്ത് ദ വാട്ടർ. ആ വാട്ടറിൻ്റെ ഫ്ലോൻ്റെ കൂടെ ഒരുപാട് സിൽറ്റ് വാട്ടറിൻ്റെ കൂടെ ക്യാരി ചെയ്യുന്ന തരം കനാൽസ്. ദ സിൽറ്റ് കണ്ടൻറ്റ് ഓഫ് വാട്ടർ ഫ്ലോയിങ് ഇൻ സച്ച് എ ചാനൽ മേ വേരി അലോങ് ഇറ്റ്സ് ലെങ്ത്തിനനുസരിച്ച് അതിൻ്റെ സിൽറ്റ് കണ്ടൻറ്റ് വേരി ചെയ്യും. ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സിൽറ്റ് കണ്ടൻറ്റ് കുറയുകയോ കൂടുകയൊക്കെ ചെയ്യും. The silt content may increase if the velocity of flow is such that it scores the bed and sides of the channel. വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്തതിനനുസരിച്ച് സിൽറ്റ് കണ്ടൻറ്റ് കൂടും. ഫ്ലോ ചെയ്യുന്ന വാട്ടറിലുള്ള സിൽറ്റ് കണ്ടൻറ്റ് കൂടും. സിൽറ്റ് കണ്ടൻറ്റ് കൂടും. എന്തുകൊണ്ടാണ് സിൽറ്റ് കണ്ടൻറ്റ് കൂടുന്നത്? ബൈ സ്കോറിങ് ദ ബെഡ്സ് ആൻഡ് സൈഡ്സ് ഓഫ് ദ ചാനൽ. ചാനലിൻ്റെ സൈഡും അതേപോലെ ബെഡും ഒക്കെ സ്കോർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സ്കോർ ചെയ്യുന്ന സമയത്ത് സോയിൽ പാർട്ടിക്കിൾസ് വാട്ടറിൻ്റെ കൂടെ ക്യാരി ചെയ്യും. അങ്ങനെ സിൽറ്റ് കണ്ടൻറ്റ് കൂടും. സിമിലർലി ദ സിൽറ്റ് കണ്ടൻറ്റ് ഓഫ് വാട്ടർ മേ ഡിക്രീസ് ഇഫ് ദ വെലോസിറ്റി ആർ സച്ച് ദാറ്റ് സിൽറ്റിംഗ് ഓർ സെറ്റിൽമെൻറ്റ് ഓഫ് സിൽറ്റ് ടേക്സ് പ്ലേസ്. വെലോസിറ്റി കുറയുന്നതിനനുസരിച്ച് ഈ വാട്ടറിലുള്ള സിൽറ്റ് കണ്ടൻറ്റ് സെറ്റിൽ ചെയ്യാൻ തുടങ്ങും. അതിന് പറയുന്ന പേരാണ് സിൽറ്റിംഗ് എന്ന് പറയും. ദാറ്റ് ഈസ് സെറ്റിൽമെൻറ്റ് ഓഫ് സിൽറ്റ്. അങ്ങനെ സിൽറ്റ് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് സിൽറ്റ് കണ്ടൻറ്റ് വാട്ടറിലുള്ള സിൽറ്റ് കണ്ടൻറ്റ് കുറയും. അപ്പോൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാരണം ചാനലിൻ്റെ ബെഡ് ആൻഡ് സൈഡ്സ് സ്കോർ ചെയ്യുകയും എറോഡ് ചെയ്യുകയും ചാനലിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സപ്ലൈ ഡെപ്ത്ത് കുറയുകയും അത് കുറഞ്ഞ ഏരിയ മാത്രമേ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. കൂടാതെ ഈ വാട്ടറിലുള്ള സിൽറ്റ് കണ്ടൻറ്റ് ഡൗൺ സ്ട്രീം സൈഡിലേക്ക് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സിൽറ്റ് കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ ചാനലിന് അക്രോസ് ആയിട്ട് വരുന്ന ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിനെയൊക്കെ എഫക്റ്റ് ചെയ്യും. അതുപോലെ വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ സിൽറ്റ് ചാനലിൻ്റെ ബെഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചാനലിൻ്റെ കപ്പാസിറ്റി കുറയുകയും ചെയ്യും. അപ്പോൾ സ്കോർ ചെയ്യുന്നത്ര, അതായത് ചാനൽ ബെഡും സൈഡ്സൊക്കെ സ്കോർ പോകുന്നത്ര വെലോസിറ്റി കൂടാനും പാടില്ല. സിൽറ്റ് വാട്ടറിലുള്ള സിൽറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്ര വെലോസിറ്റി കുറയാനും പാടില്ല. ആ ഒരു സിൽറ്റ് വാട്ടറിലുള്ള സിൽറ്റിനെ ആ ഒരു വാട്ടറിൽ തന്നെ സസ്പെൻഷനായിട്ട് കീപ്പ് ചെയ്യുന്ന രീതിയിൽ വെലോസിറ്റി ഡിസൈൻ ചെയ്യണം. ദാറ്റ് ഈസ് എ വെലോസിറ്റി വിച്ച് വിൽ ജസ്റ്റ് കീപ് ദ സിൽറ്റ് ഇൻ സസ്പെൻഷൻ വിത്തൗട്ട് സ്കോറിംഗ് ദ ചാനൽ ഈസ് നോൺ ആസ് നോൺ സിൽറ്റിംഗ് ആൻഡ് നോൺ സ്കോറിംഗ് വെലോസിറ്റി. ചാനലിലെ സിൽറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യില്ല, അതേപോലെ ചാനൽ ബെഡ് ആൻഡ് സൈഡ്സ് സ്കോർ ചെയ്യുകയും ചെയ്യില്ല. ആ ഒരു വെലോസിറ്റിയാണ് നോൺ സിൽറ്റിംഗ് ആൻഡ് നോൺ സ്കോറിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത്. The aim of the designer would be to design the channel in such a way that non-silting, non-scoring velocity is obtained for the given design discharge. ഒരു ഗിവൺ ഡിസ്ചാർജിന് നോൺ സ്കോറിംഗ് ആൻഡ് നോൺ സിൽറ്റിംഗ് വെലോസിറ്റി ഒബ്റ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ചാനലിനെ ഡിസൈൻ ചെയ്യണം. അതാണ് ഒരു ഡിസൈനറുടെ എയിം എന്ന് പറയുന്നത്. So there are mainly 2 theories used to design non-silting and non-scoring channel section. First one is Kennedy's theory, and second one is Lassie's theory. So first one, Kennedy's theory. R.J. Kennedy of Punjab Irrigation Department conducted studies on the sites of Upper Barry Doab Canal System, one of the oldest canal system in Punjab, for the design of non-silting, non-scoring channel, and revealed the following. അപ്പോൾ R.J. കെന്നഡി പഞ്ചാബ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ R.J. കെന്നഡി എന്ന് പറഞ്ഞ ആളാണ് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തത് ഓൺ ദ സൈറ്റ്സ് ഓഫ് അപ്പർ ബാരി ഡോബ് കനാൽ സിസ്റ്റം. അപ്പർ ബാരി ഡോബ് കനാൽ സിസ്റ്റം ഒരു പഞ്ചാബിലുള്ള ഒരു ഓൾഡ് കനാൽ സിസ്റ്റമാണ്.
Based on this study, he revealed the following findings. First one, the vertical eddies formed by friction between flowing water and bed of the canal are responsible for keeping most of the silt in suspension. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഫ്ലോയിങ് വാട്ടറും കനാലിൻ്റെ ബെഡും തമ്മിലുള്ള ഫ്രിക്ഷൻ കാരണമാണ് എഡ്ഡീസ് ഫോം ചെയ്യുന്നത്. ഈ എഡ്ഡീസാണ് സിൽറ്റിനെ സസ്പെൻഷനിൽ കീപ്പ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. എഡ്ഡീസ് തന്നെ വെർട്ടിക്കൽ എഡ്ഡീസ് മാത്രമാണുള്ളത്. കനാലിൻ്റെ സൈഡ് വാളിൽ ഫോം ചെയ്യുന്ന എഡ്ഡീസ് അതിൻ്റെ ഡയറക്ഷൻ വെർട്ടിക്കൽ ഡയറക്ഷനിലല്ല, അപ്പോൾ അത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആയതുകൊണ്ട് അത് കൗണ്ട് ചെയ്യുന്നില്ല. വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള എഡ്ഡീസ്, അതായത് കനാൽ ബെഡും വാട്ടറും തമ്മിലുണ്ടാകുന്ന ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന എഡ്ഡീസ്, വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള എഡ്ഡീസാണ് ഈ ഒരു സിൽറ്റിനെ സസ്പെൻഷനിൽ കീപ്പ് ചെയ്യുന്നത്. സോ ദ സിൽറ്റ് സപ്പോർട്ടിംഗ് പവർ ഈസ് ദർഫോർ പ്രൊപ്പോർഷണൽ ടു ബെഡ് വിഡ്ത്ത് ഓഫ് ദ കനാലിൻ്റെ ബെഡ് വിഡ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും സിൽറ്റ് സപ്പോർട്ടിംഗ് പവർ. സെക്കൻഡ് വൺ ഈസ് ഹി ഓൾസോ ഡിഫൈൻഡ് ക്രിട്ടിക്കൽ വെലോസിറ്റി as non-scoring and non-silting velocity and gave the relation between critical velocity to the depth of flowing water. That is V0 is equal to 0.55 m into d raised to 0.64. Here V0 is critical velocity and m is critical velocity ratio and d is depth of water. Then third one, Kennedy made use of Cutter's equation for finding mean velocity of flow in the channel. Cutter's equation V is equal to 23 plus 1 by n plus 0.00155 divided by s, all divided by 1 plus 23 plus 0.00155 divided by s into n by root r into s. Here n is rugosity coefficient, s is slope of the channel, and r is hydraulic mean depth, that is a by p. N is rugosity coefficient, S slope of the canal, and R is hydraulic mean depth, that is A by P. Here A is the area of cross section of channel and P is wetted perimeter. അപ്പോൾ കെന്നഡീസ് തിയറി വെച്ചുകൊണ്ട് കെന്നഡി പറയുന്നത് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് തന്നെയാണ് നോൺ സ്കോറിംഗ് ആൻഡ് നോൺ സിൽറ്റിംഗ് വെലോസിറ്റി. അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. V0 is equal to 0.55 m into d raised to 0.64. അതിൽ എം ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ ആണ്, ഡി ഡെപ്ത് ഓഫ് വാട്ടർ. ദെൻ മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ, ചാനലിലൂടെയുള്ള ഫ്ലോയുടെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കട്ടേഴ്സ് ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മുമ്പേ ഓപ്പൺ ചാനൽ ഫ്ലോയിലൊക്കെ കട്ടേഴ്സ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെയിം ഇക്വേഷൻ തന്നെ, വി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ. അപ്പോൾ അതിൽ എൻ റൂഗോസിറ്റി കോയിഫിഷ്യൻ്റ് ആണ് എൻ, അതായത് സർഫസിൻ്റെ റഫ്നെസ്സിനനുസരിച്ചുള്ള ഒരു കോയിഫിഷ്യൻ്റ് ആണ്. ആൻഡ് എസ് ഈസ് സ്ലോപ്പ് ഓഫ് ദ കനാൽ ആൻഡ് ആർ ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. ഹിയർ എ ഈസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് പി ഈസ് വെറ്റഡ് പെരിമീറ്റർ. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഈസ് എ ബൈ പി. ചെസ്സീസ് ഇക്വേഷനിലൊക്കെ വി ഈസ് ഈക്വൽ ടു സി റൂട്ട് എം ഐയിൽ നമ്മൾ എം ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറഞ്ഞിരുന്നു. സെയിം സംഭവം തന്നെയാണ്. ആർ ഈസ് ഈക്വൽ ടു എ ബൈ പി, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിവൈഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ. നെക്സ്റ്റ് കെന്നഡീസ് ഡിസൈൻ പ്രൊസീജിയർ. അപ്പോൾ ഈ കെന്നഡീസ് തിയറി വെച്ചുകൊണ്ട് എങ്ങനെ ഒരു ചാനൽ നമുക്ക് ഡിസൈൻ ചെയ്യാം, നോൺ സ്കോറിംഗ് നോൺ സിൽറ്റിംഗ് വെലോസിറ്റി ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ഒരു ചാനൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. അതിൽ രണ്ട് കേസസുകളുണ്ട്. ഫസ്റ്റ് കേസ്, ഡിസ്ചാർജ് റുഗോസിറ്റി കോയിഫിഷ്യൻറ്റ്, ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ ആൻഡ് സ്ലോപ്പ് ആർ ഗിവൺ. അപ്പോൾ ക്യൂ, എൻ, എം ആൻഡ് എസ് ആർ ഗിവൺ. ഇത്രയും വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ചാനൽ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, അസ്യൂം എ ട്രയൽ വാല്യൂ ഓഫ് ഡി ഇൻ മീറ്റേഴ്സ്. ഒരു ഡെപ്ത്ത് നമ്മൾ അസ്യൂം ചെയ്യുക, ഒരു 2 മീറ്റർ ഓർ 3 മീറ്റർ ഡെപ്ത്ത് അസ്യൂം ചെയ്യാം. കാൽക്കുലേറ്റ് V0 ഫ്രം ദ ഇക്വേഷൻ. കെന്നഡീസ് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് V0 കണ്ടുപിടിക്കുക, ക്രിട്ടിക്കൽ വെലോസിറ്റി കണ്ടുപിടിക്കുക. V0 is equal to 0.55 m into d raised to 0.64. d നമ്മൾ അസ്യൂം ചെയ്തു, എമ്മിൻ്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ടാവും. ദെൻ from the value of V0, get area of cross section from continuity equation, that is Q is equal to A into V ആണ് continuity equation. From that equation A is equal to Q by V0. Here V0 is critical velocity and Q, the value of Q is given, that is discharge. Knowing D and A, D assume ചെയ്തതാണ്, A calculate ചെയ്തു. Calculate the bed width B from the geometry of canal section. ഡിയുടെ വാല്യൂ ആൻഡ് എയുടെ വാല്യൂ നിന്ന് ബെഡ് വിഡ്ത്ത് ബി കാൽക്കുലേറ്റ് ചെയ്യാം.
അപ്പോൾ നമുക്കറിയാം ഒരു ചാനൽ സെക്ഷൻ ട്രപ്പീസോയിഡൽ സെക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ബെഡ് വിഡ്ത്ത് ബി ആൻഡ് ഡെപ്ത്ത് ഡി ആണ്. ആൻഡ് ഹാവിങ് സൈഡ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 1.5:1, അതായത് ഹൊറിസോണ്ടൽ 1/2 1, ഹൊറിസോണ്ടൽ 1/2, ദാറ്റ് ഈസ് 0.5 ആൻഡ് വെർട്ടിക്കൽ 1. അപ്പോൾ ഹൊറിസോണ്ടൽ സ്ലോപ്പ് 1/2 വെർട്ടിക്കൽ 1 ആവുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇതിനെ 2 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഇങ്ങനെ ഒരു 2 ട്രയാങ്കുലർ സെക്ഷനും ഒരു റെക്റ്റാങ്കുലർ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് ബി ഇൻറ്റു ഡി ആണ്, ഫസ്റ്റ് ടേമാണ്. ദെൻ ട്രയാങ്കുലർ സെക്ഷൻ്റെ ഈ ഒരു പോർഷൻ്റെ ഡെപ്ത് എത്രയുണ്ടാവും, ലെങ്ത് എത്രയുണ്ടാവും? ഡെപ്ത് ഡി ആണ്, അപ്പോൾ അതിൻ്റെ റേഷ്യോ 1. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ d/2 ഉണ്ടാവും, ഈ ഒരു സെക്ഷൻ d/2 ഉണ്ടാവും. അതായത് 1:0.5 ആണ്. അപ്പോൾ 1ന് പകരം ഇവിടെ ഡെപ്ത് ഡി ഉണ്ട്, അപ്പോൾ 0.5ന് പകരം d/2 വരും. അപ്പോൾ അതേപോലെ ലെഫ്റ്റ് സൈഡിലും d/2 വരും. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു ഡി ഇൻറ്റു d/2 വരും. 1/2 ഇൻറ്റു ഡി ഇൻറ്റു d/2 വരും. അപ്പോൾ d²/4. അതേപോലെ ഇവിടെയും d²/4 വരും. അപ്പോൾ 2 ട്രയാങ്കിളിൻ്റെ ഇവിടെയും ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു d²/4, ദാറ്റ് ഈസ് d²/2. അങ്ങനെ ടോട്ടൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് A ഈസ് ഈക്വൽ ടു BD പ്ലസ് d²/2. ഓക്കെ, അപ്പോൾ ആ ഒരു വാല്യൂ ഒന്ന് ബി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എ ആൻഡ് ഡി ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്, ബി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി റേഷ്യോ, സൈഡ് സ്ലോപ്പിൻ്റെ റേഷ്യോ ഒക്കെ വേരി ചെയ്ത് വരികയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കാണാം. ഡി ആൻഡ് എ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്, അപ്പോൾ ബി നമുക്ക് കണ്ടുപിടിക്കാം. സോ ഫ്രം ദ വാല്യൂസ് ഓഫ് ബി ആൻഡ് ഡി കാൽക്കുലേറ്റ് ദ perimeter and hydraulic mean depth from the following relations. Hydraulic mean depth R is equal to A/P. Here A is area of cross section and P is wetted perimeter. അപ്പോൾ വെറ്റഡ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ B plus D √5 ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ BD plus d²/2 ആണ്. അപ്പോൾ ഈ 2 വാല്യൂസ് എന്നത് ആക്ച്വലി നമുക്ക് B ആൻഡ് D വാല്യൂസ് കിട്ടിയാൽ മതി. അതൊന്ന് നമുക്ക് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് R കണ്ടുപിടിക്കാം. ദെൻ കാൽക്കുലേറ്റ് ദ ആക്ച്വൽ മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ഫ്രം കട്ടേഴ്സ് ഇക്വേഷൻ. നേരത്തെ നമ്മൾ കട്ടേഴ്സ് ഇക്വേഷൻ കണ്ടു. കെന്നഡീസ് തിയറിയിൽ കട്ടേഴ്സ് ഇക്വേഷൻ വെച്ചിട്ടാണ് വെലോസിറ്റി കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് വെലോസിറ്റി കണ്ടുപിടിക്കാം. ദെൻ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ക്രിറ്റിക്കൽ വെലോസിറ്റിയും ഇപ്പോൾ കണ്ടുപിടിച്ച മീൻ വെലോസിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യാം. ഇഫ് ദിസ് വാല്യൂ ഓഫ് വെലോസിറ്റി, ദാറ്റ് ഈസ് മീൻ വെലോസിറ്റി, ഈസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് V0, ദ അസ്യൂംഡ് ഡെപ്ത് ഈസ് കറക്റ്റ്. നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്തിരിക്കുന്ന ഡെപ്ത് കറക്റ്റ് ആണ്. ഇഫ് നോട്ട്, റിപ്പീറ്റ് ദ കാൽക്കുലേഷൻ വിത്ത് എ ചേഞ്ച്ഡ് വാല്യൂ ഓഫ് D till the two velocities are same. അപ്പോൾ കറക്റ്റ് അല്ലെങ്കിൽ വിയും V0യും തമ്മിൽ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ രണ്ടും സെയിം ആവുന്ന രീതിയിൽ മറ്റൊരു ഡെപ്ത് നമ്മൾ അസ്യൂം ചെയ്യുക. അങ്ങനെ ട്രയൽ ആൻഡ് എറർ കാൽക്കുലേഷൻ ചെയ്തുകൊണ്ട് ഡെപ്ത് ഡിയും ബേസ് വിഡ്ത്ത് ബിയും ഒക്കെ ഫിക്സ് ചെയ്യാം. ഇങ്ങനെ ചാനൽ ഡിസൈൻ ചെയ്യുക. ഇതാണ് ഫസ്റ്റ് കേസ്. ദെൻ സെക്കൻഡ് കേസ്, ഡിസ്ചാർജ് Q, റുഗോസിറ്റി കോഎഫിഷ്യൻറ്റ് N, ക്രിറ്റിക്കൽ വെലോസിറ്റി റേഷ്യോ M ആൻഡ് B/D റേഷ്യോ ആർ ഗിവൺ. ഇപ്പോൾ Q, N ആൻഡ് M നേരത്തെ കേസ് 1 പോലെ തന്നെ Q, N ആൻഡ് M തരും. ബട്ട് കേസ് 1ൽ സ്ലോപ്പിന് പകരം ഇതിൽ B/D റേഷ്യോ ആണ് തരുന്നത്. അതായത് ബേസ് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ഡെപ്ത് റേഷ്യോ തരും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് A ഇൻ ടേംസ് ഓഫ് D. എനെ ഡീൻ്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം B/D റേഷ്യോ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെറ്റ് B/D റേഷ്യോ ഈസ് ഈക്വൽ ടു X. B/D റേഷ്യോ X ആണെങ്കിൽ ദെൻ B ഈസ് ഈക്വൽ ടു DX. ബീനെ നമുക്ക് ഡീൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ D ഇൻറ്റു X എന്ന് പറയാം. ദെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ ഇക്വേഷൻ ഓൾറെഡി വി നോ, A ഈസ് ഈക്വൽ ടു BD പ്ലസ് d²/2. ഹിയർ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് B ഇൻ ടേംസ് ഓഫ് DX. B ഈസ് ഈക്വൽ ടു DX സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. then we will get A in terms of D, that is A is equal to X d² plus d²/2. If we take d square outside, then d square into X plus 1/2, that is 0.5. So A is equal to d square into X plus 0.5. The value, then second step, the value of V0 is known in terms of D from the equation. So V0 is equal to 0.55 m into d raised to 0.64. Here m is already given.
then we will get V0 in terms of D. Then substitute the value of V0 and A in continuity equation and solve for D. അപ്പോൾ എയും ഇൻ ടേംസ് ഓഫ് ഡി ആണ്, V0യും ഇൻ ടേംസ് ഓഫ് ഡി ആണ്. ഇത് രണ്ടും കൂടെ ഇനി കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു A ഇൻറ്റു V0. ആ ഇക്വേഷനിൽ എൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് ഡിയും V0ൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q ഈസ് ഓൾറെഡി ഗിവൺ. ദെൻ Q ഈസ് ഈക്വൽ ടു 0.55 m ഇൻറ്റു x പ്ലസ് 0.5 ഇൻറ്റു d റൈസ് ടു 2.64 or we can calculate D from this equation. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ടത് ആവശ്യമില്ല, ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡീൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. സോ we got the depth. From this value of D we can find out the value of B, that is B is equal to x into D. Substituting the value of B and D in hydraulic mean depth, R is equal to BD plus D square by 2 all divided by B plus D into root 5. Then calculate the velocity V0 from Kennedy's equation. Kennedy's equationൽ D ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് V0യും കണ്ടുപിടിക്കുക. ക്രിട്ടിക്കൽ വെലോസിറ്റി V0 is equal to 0.55 into m into d raised to 0.64. Knowing the value of V0 and R, determine the slope S from the Cutter's equation by keeping V is equal to V0. ഇപ്പോൾ കട്ടേഴ്സ് ഇക്വേഷനിൽ വിക്ക് പകരം V0യുടെ വാല്യൂ കൊടുക്കുക. ദെൻ അതിൽ നിന്ന് ആറ് നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ n is already given, then s is only unknown, s കണ്ടുപിടിക്കുക, സ്ലോപ്പ് s കണ്ടുപിടിക്കുക. ഇത്രയാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത്. അപ്പോൾ നേരത്തെ നിന്നും ചേഞ്ച് വരുന്നത് സ്ലോപ്പിന് പകരം B/D ആണ് തരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എയും വിയും ഒക്കെ ഇൻ ടേംസ് ഓഫ് ഡിയിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഡെപ്തിൻ്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദെൻ അത് കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഡെപ്ത് കണ്ടുപിടിക്കുക. ദെൻ ഡെപ്തിൽ നിന്ന് ബ്രെഡ്ത്ത് കണ്ടുപിടിക്കുക, അതേപോലെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് കണ്ടുപിടിക്കുക. ആ വാല്യൂസ് എല്ലാം കട്ടേഴ്സ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ അതിൽ വിക്ക് പകരം V0 വാല്യൂ എടുക്കുക, ബാക്കിയെല്ലാം അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് സ്ലോപ്പ്. ഇത്രയാണ് രണ്ട് കേസസുകളെന്ന്. ഈ രണ്ട് കേസസുകളിലും ചാനലിൻ്റെ ബെഡ് വിഡ്ത്തും ഡെപ്തും ഒക്കെ ഡിസൈൻ ചെയ്യാം. ദെൻ എന്തൊക്കെയാണ് ഡ്രോബാക്സ്? കെന്നഡീസ് തിയറിയിലുള്ള ഡ്രോബാക്സ്. കെന്നഡി ഡിഡ് നോട്ട് നോട്ടീസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് B/D റേഷ്യോ. അതായത് ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് Q, N ആൻഡ് M, അതായത് ഡിസ്ചാർജ് റുഗോസിറ്റി കോയിഫിഷ്യൻറ്റ് M, അതായത് ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ചാനൽ ഡയമെൻഷൻസ് കിട്ടും. അതായത് സ്ലോപ്പ് വേരി ചെയ്യുന്നതിനനുസരിച്ച് B/D റേഷ്യോവും വേരി ചെയ്യും. അപ്പോൾ അതിൽ ഏതാണ് ബെസ്റ്റ് ചാനൽ എന്ന് കെന്നഡീസ് തിയറി വെച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എക്സ്പീരിയൻസിൽ നിന്ന് B/D റേഷ്യോസ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ചാനലിൻ്റെ സ്റ്റഡീസ് നടത്തിയിട്ട് ഡിഫറെൻറ്റ് B/D റേഷ്യോയിലുള്ള സ്റ്റഡി നടത്തിയിട്ട് ഏത് B/D റേഷ്യോ ആണ് ബെസ്റ്റ് ചാനൽ തരുന്നത്, അപ്പോൾ അതിൻ്റെ ബേസിൽ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. കെന്നഡി ഡിഡ് നോട്ട് നോട്ടീസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് B/D റേഷ്യോ. അപ്പോൾ കെന്നഡി അങ്ങനത്തെ B/D റേഷ്യോയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, അതല്ലെങ്കിൽ അത് നോട്ടീസ് ചെയ്തിട്ടില്ല. Second, he aimed to find out only the average regime conditions for the design of a channel. കെന്നഡി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡീസ് ഒന്നും നടത്തുന്നില്ല, ജസ്റ്റ് ഒരു ആവറേജ് റിജൈം കണ്ടീഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ഡിസൈനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. തേർഡ് വൺ, നോ അക്കൗണ്ട് വാസ് ടേക്കൺ ഓഫ് സിൽറ്റ് കോൺസെൻട്രേഷൻ ആൻഡ് ബെഡ് ലോഡ് ആൻഡ് ദ കോംപ്ലക്സ് സിൽറ്റ് ക്യാരിയിങ് ഫിനോമിനൻ വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ എ സിംഗിൾ ഫാക്ടർ M. അതായത് ഒരു ചാനലിന് ആവുന്ന സമയത്ത് സിൽറ്റ് കോൺസെൻട്രേഷനും സിൽറ്റ് ഡെപ്പോസിഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് കെന്നഡീസ് ഒന്നും പറയുന്നില്ല. അതെല്ലാം കൂടെ ഒരു സിംഗിൾ ഫാക്ടറിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ CVRലാണ്, അതായത് M-ലാണ് കെന്നഡീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ ഫോർത്ത് വൺ, സിൽറ്റ് ഗ്രേഡ് ആൻഡ് സിൽറ്റ് ചാർജ് were not defined. സിൽറ്റ് ഗ്രേഡും സിൽറ്റ് ചാർജും സിൽറ്റ് ഡെപ്പോസിഷനും അതിനെക്കുറിച്ചൊന്നും കെന്നഡി ഡിഫൈൻ ചെയ്യുന്നില്ല. ദെൻ ഫിഫ്ത്ത് വൺ, കെന്നഡി ഡസ് നോട്ട് ഗിവ് എനി സ്ലോപ്പ് ഇക്വേഷൻ. സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എനി ഇക്വേഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. കെന്നഡി ഒരു ഇക്വേഷനും പ്രൊവൈഡ് ചെയ്യുന്നില്ല.
Then sixth one, Kennedy used Cutter's equation for the determination of mean velocity, and therefore the limitations of Cutter's equation got incorporated in Kennedy's theory of channel design. കെന്നഡി മീൻ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടേഴ്സ് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കട്ടേഴ്സ് ഇക്വേഷനിലുള്ള ലിമിറ്റേഷൻ കെന്നഡീസ് തിയറീസിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. സെയിം ലിമിറ്റേഷൻസ് കെന്നഡീസിലും വരും. കട്ടേഴ്സ് ഇക്വേഷനിലുള്ള ലിമിറ്റേഷൻസ് കെന്നഡീസിലും വരും. ഇത്രയൊക്കെയാണ് കെന്നഡീസ് തിയറി ഉള്ളത്.